ഇതിനിടെ ഈ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിന്റെ കുടുംബാംഗങ്ങളും ഉണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അസ്ഹറിന്റെ സഹോദരി അടക്കം 10 കുടുംബാംഗങ്ങൾ ബഹവൽപൂരിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണോ? തീർച്ചയായും ബഹവൽപൂരിലാണ് ഇന്ത്യ ആദ്യം, അതായത് ഈ പ്രധാനപ്പെട്ട ആക്രമണം നടത്തിയ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ബഹവൽപൂരാണ്. ആ ബഹവൽപൂരാണ് നമ്മൾ നേരത്തെ ഈ ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ നമ്മൾ ഈ പേരുകൾ പുറത്തുവിട്ടിരുന്നതാണ്. ബഹവൽപൂരിലാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളിലൊന്ന്. അത് അവരുടെ പ്രത്യയശാസ്ത്രവും പ്രബോധനവും നടത്തുന്ന കേന്ദ്രമാണെന്നാണ് ജെയ്ഷെ മുഹമ്മദ് എല്ലാ കാലവും പറഞ്ഞിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല. അവിടെ അവരുടെ സൈനിക കേന്ദ്രം, ആയുധ സംഭരണ കേന്ദ്രം, അതുമാത്രമല്ല പ്രധാനപ്പെട്ട ഭീകരരെല്ലാവരും അവിടെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അതൊരു പരിശീലന കേന്ദ്രം കൂടിയാണ് എന്ന് നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഈ വാർത്ത പുറത്തു വരുന്നത് ഒരുപക്ഷെ നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന രൂപത്തിൽ തന്നെയാണ്. കാരണം ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും അവിടെ തന്നെയാണ്, ബഹവൽപൂരിൽ തന്നെയാണ് ഉള്ളത്. അത് പാകിസ്ഥാൻ അകത്തുള്ള കേന്ദ്രമാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അല്ല, പാകിസ്ഥാൻ അകത്തുള്ള ബഹവൽപൂരിലാണ്. അവിടെയാണ് മർക്കസ് സുബാൻ എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രബോധന കേന്ദ്രം, അവരുടെ പ്രത്യയശാസ്ത്ര കേന്ദ്രം എന്ന് അവർ അവകാശപ്പെടുന്ന കേന്ദ്രം. അവിടെയാണ് സൈന്യം പ്രധാനമായിട്ട് ആക്രമണം നടത്തിയ ഒരു കേന്ദ്രം. അവിടെ ഇന്നിപ്പോൾ സൈനിക മേധാവിമാർ പറഞ്ഞ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ബഹവൽപൂർ തന്നെയാണ്. അതുകൊണ്ട് പക്ഷേ വേണമെങ്കിൽ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബഹവൽപൂരിനപ്പുറത്തേക്ക് മുദ്രികയിലും ഒരുപക്ഷെ ഈ ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രത്തിലും നടത്തിയ ആക്രമണത്തിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 20 ആളുകളല്ല, ഏതാണ്ട് 70 ആളുകൾ കൊല്ലപ്പെട്ടു എന്ന രൂപത്തിലേക്കാണ്, 70 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഭീകരവാദ പ്രവർത്തനമാണ് എന്ന് ഇന്ത്യൻ സൈന്യം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന കാര്യമാണ്. എന്തായാലും ബഹവൽപൂരിനപ്പുറത്തേക്ക് മുദ്രിക്കയിലപ്പുറത്തേക്ക് കോട്ലിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കോട്ലിയിൽ ആണ് ഒരുപക്ഷെ ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്നാണ് കോട്ലി. അവിടെയാണ് ഈ എല്ലാവിധ സൈനിക ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്, പരിശീലനം നൽകുന്നത്, ആയുധങ്ങൾ സംഭരിക്കുന്നത് കോട്ലിയിലാണ്. ഈ ലഷ്കർ ഇ തോയ്ബയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലഷ്കർ ഇ തോയ്ബയാണ് ഇന്ത്യ ഒരുപക്ഷെ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ലഷ്കർ ഇ തോയ്ബയ്ക്ക് അപ്പുറത്തേക്ക് ജെയ്ഷെ മുഹമ്മദിലേക്കും ഹിസ്ബുൾ മുജാഹിദിലേക്കും കൂടി ഒരുപക്ഷെ ഇന്ത്യ പോകാൻ അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇനി ഒരു കാരണവശാലും ഇന്ത്യയിലേക്കൊരു ഭീകരവാദ പ്രവർത്തനത്തിന് മറ്റ് രാജ്യങ്ങളോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ഭീകര സംഘടനകളോ തയ്യാറാകരുത്